ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ മൈസൂർ ട്രിപ്പ് പാർട്ട് 3 പറയാൻ പോകുന്നത് 4 ടൂറിസ്റ്റ് പ്ലേസുകളെ പറ്റിയാണ്. നമ്മൾ മൈസൂർ സൂ കഴിഞ്ഞിറങ്ങുമ്പോൾ ഏകദേശം ഭക്ഷണവും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു മണിയാവും. അത് കഴിഞ്ഞ് കാണാവുന്ന 4 സ്ഥലങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ സൂ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി കുറച്ച് നടന്നാൽ മതി, ഒരു 100 മീറ്റർ 200 മീറ്റർ, അതിനപ്പുറം പോകത്തില്ല. അപ്പോൾ അവിടെ ലോകരഞ്ജൻ അക്വാ വേൾഡ് അണ്ടർ വാട്ടർ സൂ എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ കുട്ടികളുമൊക്കെ കാണും. അവർക്ക് ഈ മൈസൂറിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ടിപ്പുവിൻ്റെ ചരിത്രവും രാജാക്കന്മാരുടെ ചരിത്രമൊന്നും അത്ര സൂഹിക്കുന്നുണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ ബോറടിക്കാനാണ് സാധ്യത. അവരുടെ ബോറടി മാറ്റാൻ ഇത് ഏറ്റവും നല്ല ഒരു പ്ലേസാണ്. ലോകരഞ്ജൻ അക്വാ വേൾഡ് അണ്ടർ വാട്ടർ സൂ. അപ്പോൾ ഇത് കണ്ട അവസാനം
ഈ മീനിനെ അക്വേറിയം മൊത്തം കണ്ടു കഴിഞ്ഞാൽ അവസാനം നമ്മൾ വന്നപ്പോൾ ചെന്ന് ചാടിയിരിക്കുന്നത് ഭക്ഷണം പൊരികളും അതും ഇതൊക്കെ കിട്ടുന്നൊരു സ്ഥലത്ത്. അടുത്തത് നമ്മൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് സീ ഷെൽ ആർട്ട് ഗാലറി. ഇത് ഗിന്നസ് ബുക്കിലൊക്കെ കടന്നിട്ടുള്ള ഒരു പ്ലേസാണ്, ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ ഇത് ഈ നമ്മുടെ കടലിലെ കക്ക കൊണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുറേ സംഭവങ്ങൾ. അതിൽ നമ്മൾ സെൻറ്റ് ഫിലോമിന ചർച്ച്, ഗണപതി വിഗ്രഹം, താജ്മഹൽ, ഇതൊന്നും എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് സെൻറ്റ് ഫിലോമിന ചർച്ചിൻ്റെ ഒരു മോഡലാണ് ഈ കക്ക കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു ഗണപതി വിഗ്രഹം. താജ്മഹാളിൻ്റെ ഒരു മോഡൽ. അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ പോകുന്നത് സാൻഡ് മ്യൂസിയം. സാൻഡ് മ്യൂസിയം എന്ന് പറയുന്നത് മണ്ണ് കൊണ്ട് തീർത്തിട്ടുള്ള കുറേ ശില്പങ്ങളാണ്. സാൻഡ് മ്യൂസിയത്തിൽ നമ്മൾ ആദ്യം കാണുന്നത് ഒരു ഗീതോപദേശത്തിൻ്റെ മോഡലാണ്, മണ്ണ് കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം. സോഡിയാക് വീൽ, അത് മൈസൂരിലെ മഹാരാജാവാണ്. ദസറ, ലാഫിംഗ് ബുദ്ധ, ചാമുണ്ടേശ്വരി ദേവി, മെറൈൻ ലൈഫ്, റൊമാൻസ്, ഹൊറർ വേൾഡ്, ഇസ്ലാമിക് കൾച്ചർ, ഡിസ്നിലാൻഡ്, വിൻറ്റേജ് കാർ, പപ്പാനി, സാന്താക്ലോസ്, വൈൽഡ് ലൈഫ്,
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഡേ ട്രിപ്പിൽ അവസാനമായിട്ട് പോകുന്നത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക്. നമ്മൾ ആ ചാമുണ്ഡി ഹിൽസിൻ്റെ താഴെ വരെ എത്തിയിരിക്കുകയാണ്. ഇനി നേരെ ഒരു ഇച്ചിരി കൂടെ കയറാനുള്ളത്. അപ്പോൾ അവിടം വരെ ഓട്ടോ വരും. നമ്മൾ ചാമുണ്ഡി ഹിൽസിൻ്റെ മുകളിലെത്തി. വന്ന വണ്ടികളൊക്കെയാണ്, പാർക്കിംഗ് വണ്ടികളൊക്കെ. ഒരുമാതിരി കുറച്ചധികം കാറുകൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് കയറ്റമൊന്നും കയറേണ്ട കാര്യമില്ല. അതിൻ്റെ ചാമുണ്ഡി ഹിൽസിലെ ആ ക്ഷേത്രത്തിൻ്റെ, ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൻ്റെ മുമ്പിലത്തെ ഗോപുരമാണ് ഈ കാണുന്നത്. പക്ഷേ ക്ഷേത്രത്തിൽ കടക്കണമെങ്കിൽ നമ്മൾ 100 രൂപ ആദ്യം പേ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞ് ചപ്പൽസൊക്കെ ഊരിയിട്ട് അകത്ത് കിടക്കാം. ചില ദിവസം ഭയങ്കര ആളായിരിക്കും. അത് കാരണം ഇങ്ങനെ 5-6 ലെയറായിട്ട് നിർത്തിയിരിക്കുക. അമ്പലത്തിൻ്റെ അകത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ടിക്കറ്റ് അവിടെ കൊടുക്കണം. അത് കഴിയുമ്പോൾ അവർ ലഡ്ഡു തരും. ലഡ്ഡു തരുമ്പോൾ പിന്നെ അതൊരു അടയാളമാണ്. ഇനി അങ്ങോട്ട് ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. ഇത് മഹിഷാസുരൻ്റെ ഒരു പ്രതിമയാണ്. ഇതാണ് നമ്മൾ ഈ ഇവിടെ വരുമ്പോൾ ചാമുണ്ടേശ്വരി അമ്മയുടെ അടുത്ത് വരുമ്പോൾ ആദ്യം കാണുന്ന പ്രതിമ ഇതാണ്. അപ്പോൾ ചാമുണ്ടേശ്വരി ക്ഷേത്രവും കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഏകദേശം 5 മണിയാവും. അപ്പോൾ 5 മണി കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മൈസൂർ പാലസ് കാണാൻ പോകാം. ഈ സമയത്ത് മൈസൂർ പാലസ് കാണാൻ പോയാലുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാലസ് പകൽ സമയത്ത് കാണുന്ന ആ പ്രയോജനം, അത് കഴിഞ്ഞിട്ട് ഒരു 7:30 കഴിയുമ്പോൾ അവിടെ ഈ സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോയുണ്ട്. അപ്പോൾ ഇവിടെ അത് ഒരു 7:30 കഴിയുമ്പോഴുള്ളൂ, രാത്രി 7:30. നമ്മളതിന് ടിക്കറ്റൊക്കെ എടുക്കണം. അത് കഴിയുമ്പോൾ അവർ ഈ നല്ല വോളിയത്തിൽ ഈ മൈസൂർ രാജാക്കന്മാരുടെ കഥകളും അതിൻ്റെ ഇടയ്ക്ക് കർണാടക സംഗീതത്തിലെ നല്ല പാട്ടുകളും ഒക്കെ ഇട്ട് എൻഡിൽ ഈ കൊട്ടാരം മൊത്തം ലൈറ്റ് ഇട്ട് കാണിക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് കാണേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഓടി നടന്ന് കാണുകയാണെങ്കിൽ ഈ 6 സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്ഥലങ്ങൾ നേരത്തെ പറഞ്ഞത്, പിന്നെ മൈസൂർ കൊട്ടാരം, മൈസൂർ സൂ, ഇത്രയും ഫസ്റ്റ് ഡേയിൽ നമുക്ക് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ. ഒരു 8 മണിയാകുമ്പോൾ നമുക്ക് മുറിയിൽ തിരിച്ചെത്താൻ പറ്റും. അത് കഴിഞ്ഞ് മാക്സിമം പോയാൽ 8-9 മണി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അന്നത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ക്യാമറയിൽ പിടിച്ചു വെച്ചിട്ടുള്ളതൊക്കെ ലാപ്ടോപ്പിലോട്ട് മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. പിറ്റേ ദിവസം രാവിലെ സെക്കൻഡ് ഡേ